ഇന്നും സ്ത്രീകൾക്ക് രാഷ്ട്രീയ രംഗത്ത് മുന്നോട്ട് വരാൻ നിരവധി തടസ്സങ്ങൾ നേരിടേണ്ടി വരുന്നു. നാളെ കേരളത്തിലേക്ക് ലോക്സഭയുടെ സീറ്റുകൾ കുറയണമെന്നാണോ നിങ്ങൾ പറയുന്നുള്ള കാര്യം കൂടി ചോദിച്ചുകൊണ്ട് അതിരൂക്ഷമായിട്ടുള്ള കുടിവെള്ള പ്രശ്നം ഇവിടെ നിലനിൽക്കുകയാണ്. പാർലമെന്റിലും നിയമസഭകളിലും ഇതുവരെ സമാനമായ അവസരം ലഭിച്ചിട്ടില്ല. ഇത് തള്ളിക്കളയാൻ വേണ്ടിയിട്ട് തീരുമാനിക്കണം. ഇത് പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നേരെ പോലുള്ള ആളുകൾ ഈ കേരള അടക്കമുള്ള അങ്ങ് ഭരിക്കുന്ന അങ്ങ് മേയറായിട്ടുള്ള തിരുവനന്തപുരം കോർപ്പറേഷൻ അടക്കമുള്ള പ്രദേശം നിൽക്കുന്ന നമ്മുടെ ഈ നാടിന്റെ പ്രാതിനിധ്യം കുറയുന്നുള്ള കാര്യത്തിൽ ഒരു ഭയം ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി മേയർക്ക് ഇല്ലേ എന്ന് ഞാൻ ചോദിക്കുക. ഈ ബിൽ നടപ്പിലാക്കിയാൽ സ്ത്രീകളുടെ ശബ്ദം കൂടുതൽ ശക്തമാകും. ബഹുമാനപ്പെട്ട മേയർ, മറ്റ് ചെയർപേഴ്സൺമാര്, സഹ കൗൺസിലർമാരെ, ഡെപ്യൂട്ടി മേയർ കഴിഞ്ഞിട്ട് പറഞ്ഞു. ഡെപ്യൂട്ടി മേയർ കഴിഞ്ഞിട്ട് സംസാരിക്കും. പറയൂ. ഇന്ന് ഈ സഭയിൽ ഞാൻ അവതരിപ്പിക്കുന്നത് ഒരു സാധാരണ പ്രമേയമല്ല. ഇന്ത്യയുടെ ജനാധിപത്യ ചരിത്രത്തിൽ വളരെ വലിയ മാറ്റം കൊണ്ടുവന്ന പാർലമെന്റിൽ അവതരിപ്പിച്ച വനിതാ സംവരണ ബില്ലിനെ കുറിച്ചാണ്. നമ്മുടെ രാജ്യത്തെ 140 കോടി ജനങ്ങളുടെ ഏകദേശം പകുതിയോളം സ്ത്രീകളാണ്. എന്നാൽ അവരുടെ രാഷ്ട്രീയ പ്രാതിനിധ്യം വളരെയേറെ കുറവാണ്. ഇന്നത്തെ സാഹചര്യത്തിൽ ലോക്സഭയിൽ സ്ത്രീകളുടെ എണ്ണം 15% മാത്രമാണ്. ഇതാണ് ഈ ബില്ലിന്റെ ആവശ്യകതയെന്ന് ഏറ്റവും വലിയ തെളിവ്. 1971 സെൻസസ് അടിസ്ഥാനമാക്കി നിലവിലുള്ള മണ്ഡലങ്ങൾ രൂപീകരിക്കപ്പെട്ടപ്പോൾ 543 ലോക്സഭാ സീറ്റുകളിൽ സ്ത്രീകൾക്ക് വളരെ കുറച്ച് അവസരമാണ് ലഭിച്ചത്. ഇന്നും സ്ത്രീകൾക്ക് രാഷ്ട്രീയ രംഗത്ത് മുന്നോട്ട് വരാൻ നിരവധി തടസ്സങ്ങൾ നേരിടേണ്ടി വരുന്നു. അതിനാലാണ് സ്ത്രീകൾക്ക് 33% സംവരണം നൽകുന്ന ഈ ബില്ല് പാർലമെന്റിൽ നരേന്ദ്രമോദി സർക്കാർ അവതരിപ്പിച്ചത്. ഇത് സ്ത്രീകൾക്ക് ഒരു അവസരം നൽകുന്നതല്ല, അവരുടെ അവകാശം ഉറപ്പിക്കുന്നതാണ്. ഇന്ന് രാജ്യത്ത് ഏറ്റവും വലിയ സ്ഥാനങ്ങളിൽ സ്ത്രീകൾ എത്തിച്ചേർന്നിട്ടുണ്ട്. രാഷ്ട്രപതിയായ ദ്രൗപദി മുർമുജിയും നിർമ്മല സീതാരാമനെയും പോലെയുള്ള നേതാക്കൾ രാജ്യത്തെ മുന്നോട്ട് നയിക്കുന്നതിന് നിർണായക പങ്ക് വഹിക്കുന്നു. ഇവർ തെളിയിക്കുന്നത് സ്ത്രീകൾക്ക് അവസരം ലഭിച്ചാൽ അവർ രാജ്യത്തെ ശക്തമായി നയിക്കാം എന്നുള്ളതാണ്. അതേസമയം പ്രാദേശിക സ്വയംഭരണ സ്ഥാപനങ്ങളിൽ 33% സംവരണം നടപ്പിലാക്കിയപ്പോൾ സ്ത്രീകളുടെ പങ്കാളിത്തം ഗണ്യമായി വർദ്ധിച്ചത് നാം കണ്ടതാണ്. ഗ്രാമപഞ്ചായത്തുകളിൽ നിന്നും നഗരസഭയിലേക്കുള്ള സ്ത്രീകളുടെ നേതൃപങ്ക് സമൂഹത്തിന്റെ വളർച്ചയിൽ വളരെ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. എന്നാൽ പാർലമെന്റിലും നിയമസഭകളിലും ഇതുവരെ സമാനമായ അവസരം ലഭിച്ചിട്ടില്ല. സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി വാതോരാതെ പ്രസംഗിക്കുകയും അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കേണ്ട അവസരം വന്നപ്പോൾ എതിർത്ത് വോട്ട് ചെയ്യുകയും ചെയ്തത് അങ്ങേയറ്റം അപലപനീയമാണ്. ഇത് ഭാരതത്തിലെ സ്ത്രീകൾ പൊറുക്കുകയില്ല. നിലവിലെ ബില്ല് പാസ്സായിരുന്നെങ്കിൽ ലോക്സഭയിൽ 272 സീറ്റുകൾ സ്ത്രീകൾക്ക് ലഭിക്കുമായിരുന്നു. കേരള നിയമസഭയിൽ 70 സീറ്റുകൾ ലഭിക്കുമായിരുന്നു. നാം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇന്ന് ലോക്സഭയിൽ ഉള്ള സീറ്റ് 543 ആണ്. 1971 55 കോടി ജനങ്ങൾ ഉള്ളപ്പോൾ നിശ്ചയിച്ചതാണിത്. ഇത് പ്രകാരം സംവരണം നടത്തിയാൽ സ്ത്രീകൾക്ക് ലഭിക്കുന്നത് 181 സീറ്റുകളാണ്. എന്നാൽ ഇന്ന് ജനസംഖ്യ 3 ഇരട്ടി വർദ്ധിച്ചു. ഇതിൻ പ്രകാരം വർദ്ധിപ്പിക്കേണ്ടത് 815 ആയി. അപ്പോൾ സ്ത്രീകൾക്ക് ലഭിക്കുക 272 സീറ്റുകളാണ്. കേരള നിയമസഭയിൽ 140 സീറ്റുകളാണ്. ഇത് പ്രകാരം സ്ത്രീകൾക്ക് ലഭിക്കുക 47 സീറ്റാണ്. സീറ്റ് വർദ്ധിപ്പിച്ചാൽ 210 സീറ്റുകൾ. അതിൽ സ്ത്രീകൾക്ക് 71 സീറ്റുകൾ ലഭിക്കും. ഇന്ന് കേരളത്തിലെ വോട്ടർമാർ 2,70,00,000 10 ലക്ഷം വരുന്ന ജനസംഖ്യയ്ക്ക് ഒരു MP എന്നത് വെച്ച് നോക്കിയാൽ നമുക്ക് ലഭിക്കേണ്ടത് 27 MP സീറ്റുകൾ. അതിൽ 33% സ്ത്രീകൾക്ക് ലഭിക്കും. 55 കോടി ജനസംഖ്യ ഉണ്ടായപ്പോൾ ഉള്ള അംഗങ്ങൾ മതി എന്നാണ് പ്രതിപക്ഷം പറയുന്നത്. ഇത് തികച്ചും അനീതിയാണ്. ഈ അനീതിക്കെതിരെ ശക്തമായി നമ്മൾ ശബ്ദമുയർത്തണം. ഈ ബിൽ നടപ്പിലാക്കിയാൽ സ്ത്രീകളുടെ ശബ്ദം കൂടുതൽ ശക്തമാകും. സാമൂഹിക നീതി ഉറപ്പാക്കും. വികസനത്തിൽ സമത്വം കൈവരിക്കും. സ്ത്രീകളെ ശക്തിപ്പെടുത്താതെ ഒരു രാജ്യവും ശക്തമാകില്ല. അതുകൊണ്ട് തന്നെ ഈ വനിതാ സംവരണ ബില്ലിനെ ഈ നഗരസഭയുടെ ഓരോ വനിതകൾക്ക് വേണ്ടിയും ശക്തമായി പിന്തുണയ്ക്കുകയും അത് വേഗത്തിൽ നടപ്പിലാക്കണമെന്ന് തിരുവനന്തപുരം നഗരസഭയുടെ ഭാഗത്തുനിന്നും എന്റെ ഈ പ്രമേയം പാസ്സാക്കണമെന്നും ആവശ്യപ്പെടുന്നു. സ്ത്രീ ശക്തിയിലൂടെ രാഷ്ട്രശക്തി എന്ന വിശ്വാസത്തോടുകൂടി എന്റെ വാക്കുകൾക്ക് വിരാമം അവതരിപ്പിക്കുമ്പോൾ ഈ നഗരസഭയ്ക്കകത്ത് ഉള്ള പ്രശ്നങ്ങളെ സംബന്ധിച്ചാണ് ഒരു പ്രമേയം അവതരിപ്പിക്കേണ്ടത്. പറയട്ടെ. ഇത് ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി മേയർ ഇവിടെ അവതരിപ്പിച്ച വിമൻസ് റിസർവേഷൻ ബില്ല് പാർലമെന്റാണ് തീരുമാനിക്കേണ്ടത്. ഇന്ത്യയുടെ പാർലമെന്റ് ആ ബില്ല് തള്ളിക്കളഞ്ഞ ബില്ലാണ്. അങ്ങനെ തള്ളിക്കളഞ്ഞ ഒരു ബില്ലിനെ ഇവിടെ ഒരു പ്രമേയമായിട്ട് അവതരിപ്പിക്കുന്നത്, നമുക്കിത് അവതരിപ്പിക്കുമ്പോൾ ഒരു
നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ വേണമല്ലോ ഇത് അവതരിപ്പിക്കാനായിട്ടുള്ളത്. അങ്ങ് പറയുക, ഇത് ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ നഗരസഭാ കൗൺസിലിനകത്ത് ഇതുപോലുള്ള ഒരു ബില്ലിനെ സംബന്ധിച്ച്, തള്ളിക്കളഞ്ഞ ഒരു ബില്ലിനെ സംബന്ധിച്ച് ഇവിടെ കൊണ്ടുവന്ന് അവതരിപ്പിക്കുന്നത് എന്നുള്ളത് ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നത്? പാടില്ലാത്ത നിയമങ്ങൾ വെച്ചുകൊണ്ട് വെറും രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വേദിയായിട്ട് നഗരസഭ മാറ്റാൻ വേണ്ടിയിട്ട് പാടില്ല. ഇവിടെ അതിരൂക്ഷമായിട്ടുള്ള കുടിവെള്ള പ്രശ്നം ഇവിടെ നിലനിൽക്കുകയാണ്. ഇവിടെ വൈദ്യുതി അങ്ങനെയുള്ള പ്രശ്നങ്ങൾ നിൽക്കുമ്പോൾ തന്നെയാണ് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ നിൽക്കുന്ന സന്ദർഭത്തിനകത്ത് ഒരു നിയമപരമായിട്ടുള്ള ഒരു പരിരക്ഷയും ഇല്ലാത്ത ഒരു കാര്യത്തെ സംബന്ധിച്ച് ഇവിടെ കൊണ്ടുവന്ന് അവതരിപ്പിക്കുകയാണ്. വിമൻസ് റിസർവേഷൻ ബില്ലിനെ സംബന്ധിച്ച് നേരത്തെ പാസാക്കിയതാണ്. ഒരു വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ രാജ്യത്തിനകത്ത് വിമൻസ് റിസർവേഷൻ ബില്ല് പാസാക്കിയതാണ്. ഇന്ന് നമ്മുടെ നഗരസഭ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വിമൻസ് റിസർവേഷൻ എന്ന് പറയുന്നത് ഇന്ത്യക്കകത്ത് ഏറ്റവും ആദ്യം നടപ്പിലാക്കിയിട്ടുള്ള ഒരു സംസ്ഥാനം എന്ന് പറയുന്നത് ഈ പറയുന്ന നമ്മുടെ കേരള സംസ്ഥാനമാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ഇരിക്കുന്ന പലരും ഇന്നിപ്പോ 33% റിസർവേഷന്റെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഇവിടെ നഗരസഭയ്ക്കകത്തിരിക്കുന്ന. അങ്ങനെ നിയമപരിരക്ഷയില്ലാത്ത ഒരു കാര്യത്തെ സംബന്ധിച്ച് ഇത് തള്ളിക്കളയാൻ വേണ്ടിയിട്ട് തീരുമാനിക്കണം. ഇത് പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നേരെ പോലുള്ള ആളുകൾ ഇതിന് കൂട്ടുനിൽക്കരുത് എന്നുള്ളതാണ്. ഇത് കേവലം രാഷ്ട്രീയ താല്പര്യത്തിന്റെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് മാത്രമാണ് ഇതേപോലുള്ള ഒരു കാര്യം കൊണ്ടുവരുന്നത് എന്നുള്ളതാണ്. ഇവിടെ കേരളത്തിനകത്ത് ഒരുപാട് മുനിസിപ്പാലിറ്റികളുണ്ട്, ഒരുപാട് നഗരസഭ പ്രദേശങ്ങളുണ്ട്. അവിടെയെല്ലാം ഇനിയിപ്പോ എന്താണ് നമ്മുടെ പാർലമെന്റിനകത്ത് അവതരിപ്പിക്കുന്ന നിരവധി ബില്ലുകളുണ്ട്. ആ ബില്ലുകളെല്ലാം കൂടെ കൊണ്ടുവന്ന് നമ്മുടെ ഈ പറയുന്ന നഗരസഭയ്ക്കകത്തും അതുപോലെ തന്നെ പഞ്ചായത്ത് സ്ഥലങ്ങളിലെല്ലാം ഇതുപോലുള്ള പ്രമേയങ്ങൾ അവതരിപ്പിച്ചാൽ എങ്ങനെയിരിക്കും നമ്മുടെ നിയമപരിരക്ഷ എന്ന് പറയുന്നത്? ചട്ടങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ഇതുപോലുള്ള കോമാളിത്തരം കാണിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ബഹുമാനപൂർവ്വം ഞാൻ പറയാണ്, ഇത്തരം കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നഗരസഭാ കൗൺസിലിന് കഴിയണമെന്നുള്ളതാണ്. ഒരു സന്തോഷമുണ്ട്. ഇത് വനിതാ സംരക്ഷണ ബില്ലിനെ കുറിച്ച്, റിസർവേഷൻ ബില്ലിനെ കുറിച്ചൊക്കെ സംസാരിക്കാൻ ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി മേയർക്കൊക്കെ ഒരു അവസരം നൽകിയത് അന്നുണ്ടാകുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കൊണ്ടുവന്ന ഇത്തരത്തിലുള്ള 36ാമത്തെ അനുവാദം കാരണമാകുന്നത് സ്മരിച്ചുകൊണ്ട് ഞാൻ തുടങ്ങാം. എന്തായാലും എനിക്ക് BJP നേതാക്കൾക്കുള്ള ഈ വിമൻസ് റിസർവേഷൻ ബില്ലിനോടുള്ള സ്നേഹം എനിക്ക് മനസ്സിലായി. അവർ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയം നടപ്പിലാക്കാനാണ് നോക്കുന്നത്. ഇപ്പോഴുള്ള ഈ 540 സീറ്റും കൊണ്ട് അടുത്ത ലോക്സഭാ ഇലക്ഷനിലേക്ക് പോവുകയാൽ തീർച്ചയായിട്ടും പരാജയപ്പെടും എന്നുള്ള ഭീതി ഉള്ളത് കൊണ്ടാണ് ഇവിടെ കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളുടെ എണ്ണം കുറച്ചുകൊണ്ട് 850 സീറ്റുകളാക്കിക്കൊണ്ട് കേരളം മുഴുവൻ, ഇന്ത്യ മുഴുവൻ, UP, ബീഹാർ പോലെ BJPക്ക് സ്വാധീനമുണ്ട് എന്ന് പറയപ്പെടുന്ന സ്ഥലങ്ങളുടെ സീറ്റുകൾ 2 ഇരട്ടിയാക്കാനുള്ള ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ ബില്ലിന്റെ പേരിലുള്ള രോദനം. ബില്ല് 2023 കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികളൊക്കെ വരണം, വനിതാ റിസർവേഷൻ വരണമെന്നുള്ളത് നമ്മുടെ നയത്തിൽ പറയുന്ന, പാർട്ടിക്കകത്ത് നയത്തിനടക്കം പറയുന്ന ഒരു പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. പക്ഷെ ഇവിടെ ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി മേയർ ഈ കാര്യത്തിൽ സംസാരിക്കുമ്പോൾ എനിക്ക് എല്ലാവരും പറഞ്ഞതിനോടൊപ്പം ഒരു കാര്യം കൂടിയാണ് ചോദിക്കാനുള്ളത്. നിങ്ങൾ പറയുന്ന ഈ ബില്ല് വന്നാൽ ഈ കേരളം അടക്കമുള്ള അങ്ങ് ഭരിക്കുന്ന, അങ്ങ് മേയറായിട്ടുള്ള തിരുവനന്തപുരം കോർപ്പറേഷൻ അടക്കമുള്ള പ്രദേശം നിൽക്കുന്ന നമ്മുടെ ഈ നാടിന്റെ പ്രാതിനിധ്യം കുറയുന്നുള്ള കാര്യത്തിൽ ഒരു ഭയം ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി മേയർക്ക് ഇല്ലേ എന്ന് ഞാൻ ചോദിക്കുകയാണ്. നിങ്ങൾ ഈ പറയുന്നത് 500 നിന്ന് 850 സീറ്റിലേക്ക് പോവുകയാണെങ്കിൽ ഇവിടെ കേരളമടക്കം, തമിഴ്നാട് അടക്കമുള്ള സ്ഥലങ്ങളിൽ ഇവിടെ ജനസംഖ്യയുടെ അനുപാതം പറഞ്ഞുകൊണ്ട് നമ്മുടെ സീറ്റിന്റെ എണ്ണം കുറയുകയാണ്. അപ്പോൾ വിമർശനം നടത്തുന്നതിന് ഒരു തെറ്റും നമ്മൾ ആരും പറയുന്നില്ല. അത് കൊണ്ടുവന്നത് UDF കോൺഗ്രസ് ആണ്. നമ്മൾ പറയുന്നത് അത് കൊണ്ടുവരാനുള്ള നിങ്ങൾ കാണിക്കുന്ന മാർഗം തെറ്റാണ്. എന്തായാലും ഈ കാര്യത്തെക്കുറിച്ച് ഞാൻ ഒരു കാര്യത്തിൽ ശ്രീ ദീപക്കിനോട് ഞാൻ അവർ പറയേണ്ട കാര്യങ്ങളൊക്കെ അവർ പറയട്ടെ. അത് അവർക്ക് പറയാനുള്ള അവസരം, കാരണം നമ്മളും നിയമസഭയിലൊക്കെ പറയാനുള്ളത് നമ്മളും പറയുന്നതാണ്, തെറ്റില്ല. ഏത് സഭ അത് ഭരണപക്ഷമായാലും അവരൊരു നയം പറയണമെങ്കിൽ പറയാനുള്ള അവസരം കൊടുക്കണം എന്നുള്ളതാണ്. പക്ഷെ പറയുന്ന കാര്യങ്ങൾ ജനങ്ങൾ തള്ളിക്കോളും. ഇവിടെ വനിതാ സംവരണ ബില്ല് പാസ്സാക്കണം എന്നുള്ളത് കോൺഗ്രസും UDFും പറയുന്ന കാര്യമാണ്. പക്ഷെ ഇത് പിൻവാതിലൂടെ BJPയുടെ മെമ്പർമാരെ ഉണ്ടാക്കുവാൻ വേണ്ടി കേരളമടക്കം ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ പ്രാതിനിധ്യം കുറച്ചുകൊണ്ട്, ഞാൻ ഒറ്റ കാര്യം ചോദിക്കുന്നു, നിങ്ങളുടെ BJP സ്റ്റേറ്റ് പ്രസിഡന്റ് ഒക്കെ നിയമസഭ മത്സരിച്ചിരിക്കുകയാണല്ലോ,
നാളെ കേരളത്തിലേക്ക് ലോക്സഭയുടെ സീറ്റുകൾ കുറയണമെന്നാണോ നിങ്ങൾ പറയുന്നുള്ള കാര്യം കൂടി ചോദിച്ചുകൊണ്ട് വനിതാ സംവരണ ബില്ലിൽ അത് തുടക്കക്കാരാക്കിയ ഇന്ന് നാട്ടിലെ സാധാരണക്കാരായ ആളുകൾക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരും മെമ്പർമാരും ഒക്കെയുള്ള അവസരം നൽകിയ ശ്രീ രാജീവ് ഗാന്ധിയെ നരസിംഹറാവുവിനേക്ക് ഓർത്തുകൊണ്ട് നിങ്ങളുടെ ആവശ്യം ന്യായമാണ്, പക്ഷെ നിങ്ങളുടെ വഴി കുറുക്കൊഴിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു പ്രമേയത്തെ എതിർക്കുന്നു.